ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അവധി ദിവസത്തെ ഒരു റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞു. സാധാരണ അവധി ദിവസം സാറ്റർഡേസിൽ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കാറ്. ബാക്കി എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കണ കാരണം മക്കൾക്കും ഒരു റെസ്റ്റ് കിട്ടുന്നത് ആ ഒരു ദിവസമാണ്. പിന്നത്തെ കാര്യമുള്ളത് സൺഡേ ആണെങ്കിൽ അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ടാവും, അപ്പോൾ പിന്നെയും വേഗം എഴുന്നേൽക്കണം. അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചാൽ മതിയെന്ന്. എന്നാലും ഒരു 8 മണി കഴിയുമ്പോഴേക്കൊക്കെ എഴുന്നേൽക്കൂട്ടോ. അതിലും കൂടുതൽ അങ്ങനെ ഉറങ്ങാറില്ല. അപ്പോൾ എന്തായാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ സാറ്റർഡേസിലാണ് കുറച്ചും കൂടി തലമുടിയുമൊക്കെ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത്, അതുപോലെ സ്കിന്നിലും കുറച്ചൊക്കെ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലതാണ്. കാരണം ക്ലാസ്സുള്ള ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, എനിക്കും തിരക്കായിരിക്കും. അങ്ങനെയൊന്നും നമുക്ക് ഡെയിലി കെയർ ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ അവധിയുള്ള ദിവസം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റൊക്കെ വെക്കും. അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ആ 15 മിനിറ്റ് ചിലപ്പോൾ അവർ വല്ല കാർട്ടൂൺ കാണി എന്തെങ്കിലും കളിക്കാനൊക്കെ പോകുന്ന നേരം കൊണ്ട് ആ ടൈം പോകുന്നത് അറിയില്ല. അത് കഴിഞ്ഞാൽ കുറച്ച് ഷാമ്പു, കുട്ടികളുടെ ഷാമ്പു ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാണ് പതിവ്. അപ്പോൾ അത് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ നേരം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമ്മൾ ഉണ്ടാക്കാറ്. സാധാരണ വെള്ളയപ്പം, എഗ് കറി അല്ലെങ്കിൽ മസാല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ സാറ്റർഡേസിൽ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചെടുത്തു, അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു, വേപ്പില ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി അധികം കരിഞ്ഞു പോരുത്. കുറച്ച് പിന്നാലെ തന്നെ നമ്മൾ പച്ചക്കറികൾ വേവിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഈ 4 ഐറ്റംസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിലവർ ബീട്രൂട്ട് ചേർക്കും, പക്ഷേ എനിക്കങ്ങനെ റെഡ് കളർ വരുന്ന അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ചേർത്ത് ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇത് നന്നായി നമുക്ക് ഉടച്ച് കൊടുത്തിട്ട് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊക്കെ ഒന്നും കൂടി ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോഴാണ് മസാല ദോശയിൽ ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരിക. അപ്പം ഞാൻ ഇവിടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ദോശ നമ്മൾ വേഗം ചുട്ടെടുക്കുകയാണ്. ഓരോ ദോശ ചുട്ടെടുത്ത് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ് വെച്ച് ഫില്ല് ചെയ്യുക. എത്ര പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴും മസാല ദോശ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ദോശ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ പോലെയാണ്. എന്താണെന്ന് അറിയില്ല, അത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ ഹോട്ടലിൽ ചെന്നാൽ എന്ത് ഫുഡ് ഓർഡർ ചെയ്യണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഡൗട്ട് തോന്നുമ്പോൾ ഞാൻ മിക്കവാറും മസാല ദോശയിലോട്ട് പോവുക. കാരണം എനിക്ക് അങ്ങനെ ഹോട്ടലിൽ ചെന്ന് കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇത്തിരി ഒരു എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ചില ഐറ്റംസ് മാത്രമേ ഞാൻ ഹോട്ടലിൽ പോയാൽ കഴിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിച്ച് പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? എനിക്കറിയില്ല, എന്തോ അങ്ങനെ ഒരു പേടിയാണ്. അയ്യോ ഇത് എടുത്തു കഴിഞ്ഞാൽ പണിയാവോ എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റാണ്. ചേട്ടൻ പുതിയ എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ റോസ് ഇവിടെ വന്നു റെഡിയൊക്കെ ആയിട്ട്. അവളുടെ പുതിയ ടവലാണ് കേട്ടോ അത്. ഇതുമ്മേ ഓൾറെഡി തലേമ തന്നെ ഇങ്ങനെ വെക്കാനായിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുണ്ണികളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോയില്ലേ, പക്ഷേ ഇത് ശരിക്കും ടർക്കിയുടെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ആ ടർക്കീനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവൾ അവിടെ ഭയങ്കര മേക്കപ്പ് പരിപാടികളൊക്കെയാണ്. ഞാനവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഇവരെ ചെക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ കണ്ടത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അവർ രണ്ടുപേരും റെഡിയായി വരുമ്പോഴേക്കും കുറച്ചും കൂടി സമയമെടുത്തു. അപ്പോഴേക്കും ഞാനും അപ്പച്ചനും അമ്മച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ സാവധാനത്തിൽ റിലാക്സ് ആയിട്ടാണല്ലോ വരുന്നത്, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ കറി പരിപാടികളിലോട്ടൊക്കെ പോവായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റോച്ചുവിന് പൊതുവേ ചട്നി വലിയ താല്പര്യമില്ല, തേങ്ങാ ചമ്മന്തി വലിയ താല്പര്യമില്ല. ഒന്നുകിൽ അവൾക്ക് തക്കാളി വെച്ചിട്ടുള്ള ചട്നി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ലേശം പഞ്ചസാരയും ചിലപ്പോൾ ഈ മസാല ദോശയും അങ്ങനെയാവും കഴിക്കുക. ഇസക്കുട്ടിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ചട്നി സാമ്പാർ എന്തായാലും പ്രശ്നമൊന്നുമില്ല. മീൻസ് ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. ചോറിനോട് വലിയ താല്പര്യമില്ല, പലഹാരമാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യം? പലഹാരങ്ങൾ കഴിക്കുന്നതാണോ, അല്ലെങ്കിൽ ചോറും കറികളും ആണോ, അല്ലെങ്കിൽ എന്തായാലും പ്രശ്നമില്ല എന്നാണോ? കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും മക്കൾ ഏതാണ് കഴിച്ച് കഴിയുമ്പോഴേക്കും 9:30 കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവർ ടി വി കാണാനായിട്ട് ഇരിക്കലാണ് പതിവ്. ഈ പറഞ്ഞ പോലെ മേ ബി ഒരു 10:30 വരെയൊക്കെ ടി വി കാണാനൊക്കെ ഇരിക്കും. അങ്ങനെ കൃത്യ ടൈമിംഗ് ഒന്നുമില്ല. എനിക്ക് കുറേ നേരമായി തോന്നിയാൽ ഞാൻ പറഞ്ഞ മതി ഓഫാക്ക്, നമുക്ക് പഠിക്കാം, കുറച്ച് നേരം പഠിക്കാം എന്നൊക്കെ പറയും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അവർ രണ്ടുപേരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കും. ഇവന് ലഞ്ചിന് എന്തെങ്കിലും തലേദിവസത്തെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇരുന്ന് ടി വി കാണാൻ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തലേദിവസം കറി ബാക്കി ഇരിക്കുന്നുണ്ട്. ചെറിയൊരു സംഭവം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 10:30 കഴിയുമ്പോൾ ഞാൻ അവരോട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ പറയും, ഹോംവർക്കോ. കാരണം തലേദിവസം ഫ്രൈഡേ സാധാരണ അവരൊന്നും പഠിക്കാറില്ല. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റിലാക്സിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒരു ഉച്ച വരെ അവർ രണ്ടുപേരും പഠിക്കാനുള്ളത്, ഹോംവർക്കുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാനായിട്ട് പറയും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സൺഡേ ക്ലാസ്സിൽ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയമാണ്. കുറച്ച് നേരം അവരെ ഞാൻ നോക്കും. ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിക്കാറൊന്നുമില്ല ആ സമയത്ത്. ഹോംവർക്കൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പോവും. ചിലപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ചെന്നൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കും. അങ്ങനെ സമയം 1 മണിയായി, നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ എന്തെങ്കിലും സിനിമ വയ്ക്കും. അത് കണ്ടിരിക്കലാണ് പതിവ്. അപ്പോൾ എന്തെങ്കിലും കോമഡി സിനിമയോ അങ്ങനത്തെ എന്തെങ്കിലും വയ്ക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സിനിമ കാണും. ചില ദിവസങ്ങളിൽ ഡൈനിങ് ടേബിളും ഇരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. എന്നാലും ചേട്ടനൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ടേബിളും ഇരിക്കുക. പക്ഷേ ഞങ്ങൾ മാത്രമുള്ളപ്പോൾ എല്ലാവരും കൂടി ടി വിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്താവും വല്ല സിനിമ കാണാതിരിക്കുക. പിന്നെ ഞങ്ങൾ ഇരിക്കില്ല, പിന്നെ വൈകുന്നേരം കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സിനിമ കാണലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന്. എനിക്ക് കൂടുതൽ ഇഷ്ടം പഴയ സിനിമകൾ, അതായത് ഒരു 90s ആ കാലഘട്ടത്തിലെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം ഞാനത് കഴിഞ്ഞാൽ കുറച്ച് നേരം എനിക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മക്കളുടെ കൂടെ ഇരിക്കും, വല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ജസ്റ്റ് ഇരിക്കും. അപ്പോൾ അവർ സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല. ചില ദിവസം തോന്നിയാൽ ചിലപ്പോൾ ഉറങ്ങും, ചില ദിവസം ഉറങ്ങുമൊന്നുമില്ല പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാൻ. അപ്പോൾ ദീപാവലി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ ദീപാവലി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഇങ്ങനത്തെ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ കുഞ്ഞു അവരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും. കാരണം അവർക്കൊരു ബോറടി മാറുകയും ചെയ്യും. വെറുതെ കുറേ നേരം ഈ പറഞ്ഞ പോലെ ടി വി കണ്ടും ഫോൺ നോക്കിയിരിക്കണേ നല്ലത് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇസക്കുട്ടി ദേ വരച്ചുകൊണ്ടിരിക്കുന്നത്, ആദ്യം തന്നെ സ്ക്വയർ പീസിലൊരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലായിട്ട് ഒരു പേപ്പറിൻ്റെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്കത് പിന്നീട് കളറിങ്ങിന് ശേഷം ഊരി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് 2 പാർട്ടായിട്ടാണ് നമ്മൾ കളർ ചെയ്യണത്. അതായത് ദിവാലിയുടെ സമയത്തെ രാവിലത്തെ കുറച്ച് കാഴ്ചകളും വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളും നമ്മൾ 2 ഭാഗമാക്കി തിരിച്ച് പിക്ചർ വരയ്ക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ വ്ളോഗിൽ കുറച്ച് മരങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അവൾക്കും ഇതുപോലെ ദിവാലി ഇൻസ്പയർഡ് ആയിട്ട് ഡ്രോയിങ് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഒരു സൈഡിൽ ഓറഞ്ച്, യെല്ലോ, അതുപോലെ തന്നെ റെഡ് ആ ഷെയ്ഡും ഒരു സൈഡിൽ ബ്ലൂ കളർ ഷെയ്ഡായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് സൈഡായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നിടത്ത് നമ്മൾ കുറച്ച് വിളക്കുകൾ, ദിവാലി എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കും, അതോടൊപ്പം നമ്മൾ ചിരാത് കത്തിച്ച് വയ്ക്കും, ദീപങ്ങൾ കത്തിച്ച് വയ്ക്കും, വിളക്കുകൾ കത്തിച്ച് വയ്ക്കും. അങ്ങനെ ലൈറ്റ്സിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് ദിവാലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലൈറ്റ്സാണ് ഒരു സൈഡിൽ മോള് കളർ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പട്ടം അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പുറത്തെ വശത്ത്, അതായത് വൈകുന്നേരത്തെ കാഴ്ചകൾ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ സാധാരണ നമ്മൾ വർണ്ണമഴ അല്ലെങ്കിൽ പടക്കമൊക്കെ പൊടിക്കുമ്പോൾ ഇങ്ങനെ ലാത്തിരി പൂത്തിരിയൊക്കെ കത്തുമ്പോൾ ആ ഒരു വെളിച്ചത്തിൻ്റെ ആ ഒരു ഇൻസ്പിറേഷനായിട്ടാണ് കൊടുക്കണേ. ഇപ്പുറത്തെ സൈഡ് ഒരു ഡാർക്ക് കളറായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ മനോഹരമായ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മോൾക്ക് പറ്റിയൊരു ചെറിയ മിസ്റ്റേക്ക്, ക്രയോൺസ് വരച്ചിട്ട് അതിന് മുകളിൽ സ്കെച്ച് കൊണ്ട് വരയ്ക്കാൻ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് ക്രയോൺസ് കൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് സ്കെച്ച് കൊണ്ട്, അല്ലെങ്കിൽ പെയിൻറ്റും സ്കെച്ചും മിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ റോസു ഇവിടെ കുറച്ച് ദീപങ്ങളുടെ ഒരു ദീപത്തിൻ്റെ പിക്ചർ ആദ്യം വരച്ചു. അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ദീപവും അവളുടേതായ രീതിയിൽ പല പല ഡിസൈനൊക്കെ കൊടുത്ത് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു, അവളെന്നോട് പറഞ്ഞില്ല ഞാൻ സർപ്രൈസ് ആയിട്ട് സംഭവം ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യണത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഇത് എന്താണെന്ന്. അവളൊരു വോൾ ഹാങ്ങിങ് പോലെ, അതായത് ഒരു നൂലുമ്മേ ഈ പിക്ചറെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ വല്ലയിടത്തും തൂക്കിയിടാൻ വേണ്ടിയിട്ട് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഫുള്ളായിട്ട് അവൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയില്ല അന്ന്. എന്നാൽ പോലും ഞാൻ അതിശയിച്ച് പോയി. ഞാൻ വിചാരിച്ചില്ല അവളിത് മുഴുവൻ കട്ട് ചെയ്ത് ഇതൊക്കെ കളർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇത് എന്തോരെണ്ണം അത് മുഴുവൻ നിങ്ങൾക്ക് കളർ ചെയ്യാനുള്ള ക്ഷമയില്ല,
നീ ഇത് ചെയ്യുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. പക്ഷേ അവളത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു വിശ്വാസക്കുറവ്, അവർക്ക് ചെയ്യാൻ പറ്റുമോ, ഇത്രയ്ക്കൊക്കെ ചെയ്യുമോ അവർ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അവർക്കത് ഇൻട്രസ്റ്റ് വന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അപ്പം നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുത്താൽ എന്തൊക്കെ കാര്യങ്ങൾ മക്കൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അവരതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ബോറടിച്ചു. അപ്പോൾ പിന്നെ അതൊക്കെ നിർത്തി അവർ രണ്ടുപേരും ഇവിടെ കുറച്ച് നേരം പുറത്ത് കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് ഉള്ള ദിവസം കുറച്ച് സമയം കളിക്കാൻ, പുറത്തൊക്കെ കളിക്കാനോ എന്തിനും ടൈം കിട്ടാറുള്ളൂ. കാരണം കുറേ പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ഞാൻ കൂടുതൽ അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നും പിടിക്കാറൊന്നുമില്ല. മാക്സിമം അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം ആ ഒരു രീതിക്ക് പോയിക്കോട്ടെ. കുറച്ച് നേരം ഇരുന്ന് ഹോംവർക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇരുന്നാലും ബാക്കി സമയം കൂടുതൽ നമുക്ക് എപ്പോഴും എനർജി കൂടുതൽ കിട്ടണമെങ്കിലും എന്ത് കാര്യത്തിനും നമ്മുടെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം കളിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റൊക്കെ ചെയ്യുക, എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് സോളാർ ലൈറ്റാണ്. അതായത് വൈകുന്നേരം ആകുമ്പോൾ ഒരു 6 മണിക്ക് ശേഷം നമ്മൾ ആ ലൈറ്റിന് മുമ്പിൽ ചെന്ന് നിന്നാൽ ആ ലൈറ്റ് തനിയെ തെളിയും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ രാവിലത്തെ വെയിൽ ഫുള്ള് എടുത്തിട്ട് സോളാറിലെ ലൈറ്റ്, കുഞ്ഞി ലൈറ്റ് അത്രയേ ഉള്ളൂ, അത് കത്തും. നല്ല സംഭവം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പുറത്ത് കുറച്ച് നേരമൊക്കെ കളിച്ച് നല്ല സെറ്റായി ഒരു 6:30 ആയപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചു. ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവർക്ക് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു കുഞ്ഞ് ദീപാവലി ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവരെന്തായാലും ചെയ്തതല്ലേ. അപ്പോൾ ഞാൻ പേപ്പർ ഉപയോഗിച്ച് ചെറിയൊരു ലാൻറ്റേൺ അല്ലെങ്കിൽ ഒരു വിളക്ക് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് സർക്കിൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എത്രത്തോളം വലുപ്പമുള്ള വിളക്ക് ഉണ്ടാക്കണേ അത്രയും സർക്കിൾസും അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നീളത്തിൽ ഇതുപോലൊരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് മേ ബി ഒരു 10-15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നീളത്തിലുള്ള പേപ്പർ മതിയാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതുമ്മേ ഡബിൾ സൈഡിലുള്ള ഇതുപോലത്തെ സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. 2 പീസ് ഡബിൾ സൈഡ് എന്ന് വെച്ചാൽ ഒരു വശം ഒട്ടും 2 വശം ഒട്ടുന്ന സ്റ്റിക്കർ കേട്ടോ. അതില്ലെങ്കിൽ സാരമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളോ പശയോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അത് കുറച്ച് ഒട്ടാൻ സമയം എടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉപയോഗിച്ചത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല കളറിലുള്ള സർക്കിൾസ് അത് നമ്മൾ കുറച്ച് എണ്ണം തന്നെ എടുത്തിട്ടുണ്ട്, ഒരു 10-25 എടുത്തിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഇതുപോലെ നടുവേ മടക്കിയിട്ട് പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. അതായത് ആ മടക്കിയ ഭാഗം മാത്രം ഒട്ടിയാൽ മതി, മുഴുവനായിട്ട് ഒട്ടിച്ചൊന്നും വയ്ക്കണ്ട. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി നല്ല കളേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കളർ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കളർ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ വൈറ്റ് പേപ്പറോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇത് സ്റ്റിക്ക് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒരു നീളത്തിൽ തന്നെ ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അരികത്ത് ഇതുപോലെ ഇങ്ങനെ കുരു അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അരികത്ത് കുറച്ച് പശ തേച്ചിട്ട് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ കാണുന്ന രീതിയിൽ. ഇതേപോലെ തന്നെ നമ്മൾ ഒരു പീസ് പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മുകളിലും കൂടി ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കാനാണ്. അപ്പോൾ ഇതിന് ബ്രൈറ്റ് കളർ കൊടുത്താൽ നന്നായി. അപ്പോൾ ഒരു ബോർഡറും കൂടി നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ആ ഒരു പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇനി ഇതിങ്ങനെ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ പോലെ വരും. ഇങ്ങനെ തുറന്ന് വരുമ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് നമ്മളിനി ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോളോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ച് കൊടുത്ത ശേഷം നമ്മൾ ഓരോ സർക്കിൾസും ഇങ്ങനെ നീർത്തി കൊടുക്കണം. അപ്പോഴാണ് അത് കുറച്ചും കൂടി ഭംഗിയായിട്ടും ഫിനിഷിംഗ് ആയിട്ട് വരിക. അപ്പോൾ നമ്മളതെല്ലാം തന്നെ ഒന്ന് നീർത്തി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പറിൻ്റെ സ്ട്രിപ്പും കൂടി കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തിരി ഉണ്ടല്ലോ, LED തിരി വെക്കാനായിട്ട് ചെറിയൊരു സർക്കിൾ കൂടി കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പ്ലാസ്റ്റിക് തിരി വെക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസായാലും മതി. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് ഒരുപാട് എണ്ണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത്തിരി വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കി വെക്കാം. നല്ല ഈസിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇത് എന്തെങ്കിലും ഒരു ഇതിന് ഇനി 1-2 കൂടി ഉണ്ടാക്കി ഹാങ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ പ്രെയറിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ TV കുറച്ച് നേരം ഇരുന്ന് കാണും കേട്ടോ. ഞാൻ പണ്ടേ പറയാറില്ല വീഡിയോസിലൊക്കെ, എനിക്ക് പഴയ പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം TV യിലിരുന്ന് കാണാൻ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത് തലയണ മന്ത്രം എന്ന് പറഞ്ഞ സിനിമ കേട്ടോ. ഇതൊക്കെ TV യിൽ എത്ര വട്ടം കണ്ടാലും ഇപ്പോഴത്തെ സിനിമകളുടെ പോലെയല്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം അതെന്താണെന്നറിയില്ല, നമ്മുടെ ജീവിതത്തിലെ കുറേ സിറ്റുവേഷൻസ് ആ ഒരു സിനിമകളിൽ കാണുമ്പോഴോ എന്തോ ആവാം, തമാശകളോ
അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇസിയും റോസും ഇവിടെ ഇരുന്നിട്ട് ഇതേ ഫോണിലിരുന്ന് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ പലരും കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് തന്നെയാവും. സിനിമകളുടെയൊക്കെ റിവ്യൂസ് ഇങ്ങനെ മലയാളത്തിൽ പറയണതുണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന സിനിമകളുടെയൊക്കെ കുറേ ഹാരി പോട്ടർ ഫുള്ള് ഇവർ റിവ്യൂ കണ്ട് തീർത്തു. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ ചിലപ്പോൾ വല്ല കൊറിയൻ സിനിമകളൊക്കെ ചിലത് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന മോഡലൊക്കെ ഉള്ളതിൻ്റെ കഥകൾ കേൾക്കുക, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ കേൾക്കാൻ തുടങ്ങിയ പിന്നെ ഞാനും ഇപ്പം ഇരുന്ന് ആ കഥകൾ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടോ അവരൊപ്പം ഇരുന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മൂവി റിവ്യൂസ് ഭയങ്കര നല്ലതായിട്ട് തോന്നി. കാരണം നമ്മൾ ചിലപ്പോൾ ആ സിനിമകളൊന്നും കണ്ടു എന്ന് വരില്ല, നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവാത്തതുകൊണ്ടൊക്കെ. പക്ഷേ വെറൈറ്റി കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ റിവ്യൂ കാണാനും ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു കഥ വായിക്കാം. ഇന്ന് വൈകുന്നേരം നമ്മൾ കഥകൾ വായിക്കുന്നതൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോണ കഥയുടെ പേരാണ് ഹായ് അരിയുണ്ട എന്ന് പറഞ്ഞ കഥയാണ് നമ്മൾ വായിക്കാൻ പോണേ കേട്ടോ. വിശക്കുന്നേ വല്ലാണ്ട് വിശക്കുന്നു. അടുക്കളേ നീ എന്താ മിണ്ടാത്തേ? ഇങ്ങോട്ട് വാ വാസൂട്ടാ, എന്നെ എടുത്തോളൂ, അരിക്കലം വിളിച്ചു. വാസൂട്ടി ശർക്കര വേണ്ടേ? ചില്ലുഭരണി സ്നേഹത്തോടെ ചോദിച്ചു. ഞാനില്ലാണ്ട് എങ്ങനെയാ വാസൂട്ടി? മൂലയിലിരുന്ന മുക്കണ്ണൻ തേങ്ങ പരിഭവിച്ചു. അരിയും തേങ്ങയും ശർക്കരയും വാസൂട്ടിയുടെ കൂടെ ചെന്നു. അവർ ഒരുമിച്ചിരുന്ന് ഗമ കാണിച്ചുകൊണ്ട് ചിരിക്കുന്നു. എന്തിനും തയ്യാറായിരിക്കുന്ന അവരോടൊപ്പം ചിരിക്കുന്ന വാസൂട്ടി. അടുപ്പിലെ പാത്രത്തിലെ അരി വറക്കുന്നു വാസൂട്ടി. അരി പൊട്ടി തെറിക്കുന്നു, മേലോട്ട് ചാടിത്തുള്ളുന്നു. വാസൂട്ടിയെ സഹിക്കാൻ പറ്റണില്ല, എന്തൊരു ചൂടാ, ചൂടോട് ചൂടാണേ. വാ എൻ്റെ കുഴിയമ്മി, ഞാനിതാ തയ്യാറാ വാസൂട്ടി. കുഴിയമ്മി ശർക്കരയെ തല്ലിപ്പൊടിക്കുന്നു. ചിരവനാക്ക് വായ അടിത്തം തന്നെ. വാസൂട്ടിയെ വന്നോളൂ, തേങ്ങ എടുത്തോളൂ. ഞങ്ങളെ വേണ്ട വാസൂട്ടി. പരിഭവം കേട്ട് വാസൂട്ടി തിരിഞ്ഞു നോക്കി. മിക്സിക്ക് ചുറ്റും അരി, തേങ്ങ, ശർക്കര, ഏലക്ക, ജീരകം ഇവയെല്ലാം വട്ടം ചുറ്റി നിൽക്കുന്നു. അരി ആദ്യം കയറട്ടെ വാസൂട്ടി, മിക്സി പറഞ്ഞു. വാസൂട്ടി അരിയിടുന്നു. ഒരു കറക്കം, രണ്ട് കറക്കം. ദാ പൊടിഞ്ഞേ വാസൂട്ടി. ഇനി തേങ്ങയെ കയറ്റിക്കോളൂ. ഒരു കറക്കം, രണ്ട് കറക്കം. ശർക്കരപ്പൊടിയെ വരാൻ സമയമായിട്ടോ. വാസൂട്ടി ശർക്കര ഇടുന്നു. ഒരു കറക്കം, രണ്ട് കറക്കം. ഇനി ആരെങ്കിലും ഉണ്ടോ? മിക്സി ചോദിക്കുന്നു. വാസൂട്ടിനെ നോക്കി കണ്ണുറുക്കി ജീരകവും ഏലക്കായും. ഉണ്ട്, ഞങ്ങൾ ബാക്കിയുണ്ടേ. വാസൂട്ടി രണ്ടും മിക്സിയിലേക്ക് ഇടുന്നു. ഒരു കറക്കം, രണ്ട് കറക്കം. ഹായ് എന്ത് നല്ല മണം. വാസൂട്ടി മൂക്ക് വിടർത്തി. മിക്സിയിൽ നിന്നും പാകമായ വിഭവം ഒരു പാത്രത്തിലേക്കിടുന്നു. ഉരുളട്ടെ. വാസൂട്ടി ഉരുട്ടിയെടുത്ത് ഒരു പ്ലേറ്റിൽ വെക്കുന്നു. പ്ലേറ്റിൽ നിറച്ച് അരിയുണ്ടകൾ. ഹായ് അരിയുണ്ട റെഡി. അങ്ങനെ നമ്മുടെ മനോഹരമായ ഒരു കഥ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. നല്ല രസമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാനൊരു കൊതി തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ കഥ വായിക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ശബ്ദമൊക്കെ മാറ്റിയാട്ടോ അവരെ വായിച്ച് കേൾപ്പിക്കാറ്. ഇപ്പോൾ അവർ വലുതായി, അപ്പോൾ അവർക്ക് അത്രയും അങ്ങനെ ഇതില്ല. എന്നാലും കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.